സൈഫുന്നിസ അലിയാറുണ്ട് വിശദ വിവരങ്ങളുമായി. സൈഫുന്നിസ, രണ്ട് തരം പ്രതികരണങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞിരിക്കുന്നു. GCDA ഒരു അനുവാദമില്ലാതെയാണ് വേറൊരു സ്റ്റേജ് കൂടെ കിട്ടിയത് എന്നുള്ള ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ ആ സ്റ്റേജ് അവിടെ നിർമ്മിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ്. അതിൽ GCDAക്ക് കൂടി പിഴവുണ്ടാകുമല്ലോ. സംഘാടകരുടെ വീഴ്ചയാണ് GCDA ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ FIR കിട്ടിയിരിക്കുകയാണ് സൈഫുന്നിസയുടെ കയ്യിൽ. FIRൽ എന്താണ് പറയുന്നത്? സ്മൃതി, നമുക്കറിയാം സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് നടത്തേണ്ട ഒരു പരിപാടിയും സുരക്ഷ ഭാഗമായുള്ള പരിശോധനയുമായിരുന്നു കലൂർ സ്റ്റേഡിയത്തിൽ നടക്കേണ്ടിരുന്നത്. PWD, ഫയർഫോഴ്സ്, GCDA അങ്ങനെ പല ഭാഗങ്ങളുടെയും പരിശോധനകൾ നടക്കേണ്ടിരുന്നു. പക്ഷെ ഇതൊന്നും നടന്നില്ല എന്നുള്ളതാണ്. പോലീസിന്റെ അടക്കം പരിശോധന കൃത്യമായി നടന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ സ്ഥലത്ത് ഫോറൻസിക് പരിശോധനയും ഒപ്പം തന്നെ പോലീസിന്റെ തെളിവെടുപ്പും നടക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പ് പ്രകാരം പ്രതികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചിലരെങ്കിലും കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റിന്റെ ഉടമയാണ് കസ്റ്റഡിയിലുള്ളതെന്നും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. ACP രാജ്കുമാർ അടക്കം ഇപ്പോൾ തെളിവെടുപ്പിന്റെ ഭാഗമായി പരിശോധനയിലാണ്. അദ്ദേഹം താഴേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം നൽകാൻ കഴിയുകയുള്ളൂ. ഇന്നലെ മുതൽ ഈ സംഘാടകരെ നമുക്ക് ഫോണിൽ ലഭ്യമാകുന്നുണ്ടായിരുന്നില്ല. ഇവർ എവിടെയാണ് എന്നുള്ളത് കൃത്യമായി പോലീസും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രി തന്നെ ഇവരെ പോലീസ് ചോദ്യം ചെയ്തു എന്നും കസ്റ്റഡിയിലെടുത്തു എന്നുമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഈ ഉമാ തോമസ് MLA ഇന്നലെ 6:15 കൂടിയാണ് ഈ മൃദംഗ വിഷൻ സംഘടിപ്പിച്ച ഈ പരിപാടിയിലേക്ക് അതിഥിയായി എത്തിയത്. 6:15 ഇവിടെ എത്തി സ്റ്റേജിലേക്ക് കയറി ഉടനെ തന്നെ ഇവിടെ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. കൃത്യമായ ഒരു കൈവരി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു സുരക്ഷാ ക്രമീകരണം നടത്തുകയോ ഒന്നും ഈ സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതിൽ മൃദംഗ വിഷ്ണുവും ഒപ്പം തന്നെ ഈ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റും കുറ്റക്കാരാണെന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ ഈ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. എന്തായാലും നേരത്തെ കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തി അവരും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഈ കൃത്യമായ പരിശോധനകൾ ഈ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കെതിരെ നടത്തേണ്ട പരിശോധനകളെല്ലാം ഒന്നും തന്നെ നടത്തിയിട്ടില്ല. PWDയിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ല. GCDA ഈ സ്റ്റേജ് നിർമ്മിച്ചപ്പോൾ, രണ്ടാമത്തെ സ്റ്റേജ് നിർമ്മിച്ചപ്പോൾ അത് നിയമവിരുദ്ധമായാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അഴിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകിയില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ പരിശോധന നടത്തിയില്ല. മന്ത്രിയും കമ്മീഷണറും ഒപ്പം തന്നെ ADGPയും അടക്കമുള്ളവർ ഇരുന്ന സ്റ്റേജിൽ നിന്നാണ് ഉമാ തോമസ് MLA താഴേക്ക് വീണത്. അപ്പോൾ അങ്ങനെയുള്ളവർ മന്ത്രിമാരടക്കം ഇവിടെ എത്തുമ്പോൾ ആ സ്റ്റേജിന്റെ പരിശോധനയും അതിന്റെ സുരക്ഷയും കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ ആ പരിശോധനകളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടന്നില്ല എന്നുള്ളതും കോൺഗ്രസ് നേതാക്കൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇക്കാര്യത്തിൽ കുറച്ചു പേരെങ്കിലും കസ്റ്റഡിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതാരൊക്കെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ കൃത്യമായ അന്വേഷണം വൈകിയാണെങ്കിലും തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം നേരത്തെ രാവിലെ തന്നെ ഫോറൻസിക് പരിശോധന നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഉച്ചയായപ്പോഴാണ് ഫോറൻസിക് പരിശോധന നടക്കുന്നത്. രാവിലെ ഫോറൻസിക് വിദഗ്ധരിവിടെ എത്തിയെങ്കിലും പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പരിശോധന നടക്കുന്നത്. ഇവിടെ നിന്ന് ബ്ലഡ് സ്റ്റെയിൻ അടക്കം പരിശോധിക്കുകയാണ്. ഉമാ തോമസ് MLA തലയടിച്ച് വീണ ഭാഗത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇത്ര ഉയരത്തിൽ നിന്നാണ്, ഏകദേശം പോലീസുകാരെ നിൽക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു 2 ആൾ പൊക്കത്തിൽ നിന്നാണ് ഉമാ തോമസ് MLA താഴേക്ക് തല അടിച്ച് വീണത്. വലിയ രീതിയിലുള്ള പരിക്ക് ഉമാ തോമസ് MLAക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബോധം മറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു. വലിയ രീതിയിൽ ആശങ്കപ്പെട്ട ടെൻഷനായ ഒരു അവസ്ഥയിലായിരുന്നു ഉമാ തോമസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീടാണ് വെന്റിലേറ്റർ സപ്പോർട്ട് നൽകുകയും ചെയ്തത്. ഇവിടെ 12,000-ഓളം പേർ നർത്തകരായി തന്നെ പരിപാടിയിൽ പങ്കെടുക്കുവാനായി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗിന്നസ് റെക്കോർഡ് പരിപാടിയിൽ പങ്കെടുക്കുവാനായി എത്തിയിരുന്നു. ഈ നർത്തകരുടെ കൂടാതെ ഇവരുടെ കൂടെ ഓരോ പേരന്റ്സും ഉണ്ടായിരുന്നു. അതായത് ഒരു വീട്ടിൽ നിന്ന് 1-2 പേരന്റ്സ് അടക്കം ഈ പരിപാടിക്ക് ഭാഗമായി എത്തിയിട്ടുണ്ട്. ഇവരിൽ നിന്നെല്ലാം ഈ സംഘാടകർ വാങ്ങിയത് വലിയ തുകയാണ്. അതായത് വലിയ കണക്കുകളാണ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നർത്തകികളിൽ നിന്ന് മാത്രം കൈപ്പറ്റിയത് കണക്കാക്കുകയാണെങ്കിൽ 4,20,00,000. അതുകൂടാതെ രക്ഷിതാക്കളിൽ നിന്നും ആളെണ്ണം വെച്ച് പണം ഈടാക്കി എന്നുള്ള കാര്യമാണല്ലോ ഇപ്പോൾ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും തുക ഈടാക്കിയിട്ട് അവിടെ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കിയില്ല എന്നുള്ളത് വലിയ വീഴ്ച തന്നെയാണ്. അന്വേഷണം എത്രയും വേഗത്തിൽ പൂർത്തിയാകുമെന്ന് നമുക്ക് കരുതാം.